ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനം. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ പഠന പദ്ധതിയുടെ 3-ാം എപ്പിസോഡിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പരിശുദ്ധനായ പൗലോസ്ലീഹായും കൊരിന്ത് സഭയും തമ്മിലുള്ള ബന്ധവും, കൊരിന്ത് സഭയിൽ ഈ ലേഖനം എഴുതുവാനുള്ള കാരണം വ്യക്തമാക്കുന്ന പ്രതിസന്ധികളും, ആ പ്രതിസന്ധികളിൽ പൗലോസ്ലീഹ സഭയ്ക്ക് നൽകുന്നതായ ഉപദേശങ്ങളും അടങ്ങുന്നതായ ചില ചിന്തകളാണ് നാം ദൈവസന്നിധിയിൽ ശരണപ്പെട്ട് പഠിക്കുവാനായിട്ട് സമർപ്പിച്ചത്. ഇന്ന് കൊരിന്ത്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തനേസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എഴുതുന്നത്. അപ്പോസ്തലനായ പൗലോസ് ദൈവത്താൽ വിളിക്കപ്പെട്ട, യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസ് എന്നാണ് പൗലോസിനെ ഈ ലേഖനത്തിൽ അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കൊരിന്ത് സഭയെ അഭിസംബോധന ചെയ്തത്. അപ്പോസ്തോലോസ് എന്നുള്ള വാക്ക് ഗ്രീക്ക് പദമാണല്ലോ. ആ ഗ്രീക്ക് പദത്തിൽ നിന്നും ഉണ്ടായ ആംഗലേയ വാക്കാണ് അപ്പോസ്തൽ. അപ്പോസ്തോലൻ, അയക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോസ്തോലൻ എന്ന വാക്കിന് കേവലം അയക്കപ്പെട്ട ഒരാൾ എന്നുള്ളതിന് ഉപരിയായി ഏറെ അർത്ഥവ്യാപ്തി നൽകുന്നതായ ഒരു ദൗത്യമാണ്, ഒരു പദമാണ് അപ്പോസ്തോലൻ എന്നുള്ള പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേവലം ഒരു ശിഷ്യൻ എന്നുള്ളതിനുപരിയായിട്ട് കർത്താവിനോടൊപ്പം, കർത്താവിനു വേണ്ടി തൻ്റെ ജീവിതകാലം ക്രിസ്തുവിൻ്റെ സുവിശേഷീകരണത്തിനു വേണ്ടി സമർപ്പിച്ചതായ കർത്തൃ ശിഷ്യത്വമാണ് അപ്പോസ്തോലൻ എന്ന വാക്കിലൂടെ നമുക്ക് ഉരുത്തിരിഞ്ഞു വരുന്നത്. അയക്കപ്പെട്ടവൻ എന്നാണ് ഈ വാക്കിൻ്റെ യഥാർത്ഥമായ അർത്ഥം. സുറിയാനി ഭാഷയിൽ ശ്ലീഹ എന്നും അപ്പോസ്തലന് പേരുകൾ നൽകപ്പെട്ടിരിക്കുന്നു. ശ്ലീഹ എന്ന വാക്കിൻ്റെ അർത്ഥം സ്ഥാനപതി, ദ അംബാസിഡർ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയായിട്ട് നിയോഗിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സഭയിലെ ദൗത്യവാഹകനാണ് സ്ഥാനാപതി, അപ്പോസ്തോലൻ അല്ലെങ്കിൽ അംബാസിഡർ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അംബാസിഡർ എന്ന പദത്തെക്കുറിച്ച് നമുക്ക് സുപരിചിതമാണ്. അംബാസിഡർ ഏത് രാജ്യമാണോ, ഏത് ഗവൺമെൻറ്റാണോ അദ്ദേഹത്തെ ദൗത്യത്തിനായി നിർവഹിക്കുന്നത്, ആ രാജ്യത്തിനു വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയാണ് അംബാസിഡർ. തൻ്റെ സ്വന്തം താല്പര്യമോ, സ്വന്തം വാക്കുകളോ, സ്വന്തം ഇഷ്ടമോ പ്രവർത്തിക്കുവാനുള്ളതല്ല അംബാസിഡർ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. താൻ സംസാരിക്കുന്നത് തൻ്റെ ഇഷ്ടങ്ങൾ, തന്നെ അയച്ച ഗവൺമെൻറ്റിൻ്റെ ഇഷ്ടങ്ങളും വാക്കുകളുമായിരിക്കും. അവിടെയാണ് അംബാസഡറിൻ്റെ അല്ലെങ്കിൽ സ്ഥാനാപതിയുടെ
ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കുവാനായിട്ട് കഴിയുന്നത്. അതിനാൽ സ്ഥാനാപതി അല്ലെങ്കിൽ അപ്പോസ്തോലൻ സംസാരിക്കുമ്പോൾ ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷവാഹകനായി വിളിക്കപ്പെട്ടിരിക്കുന്ന അപ്പോസ്തോലൻ എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ, ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തോലനായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. തന്നെ വിളിച്ച ദൈവത്തിൻ്റെ വിളിപ്രകാരം, ദ വിൽ ഓഫ് ഗോഡ്, ദ കോൾ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരവും ദൈവത്തിൻ്റെ വിളിപ്രകാരവും ക്രിസ്തുവേശുവിൻ്റെ സ്ഥാനാപതിയായിട്ട് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, എന്നെ തെരഞ്ഞെടുത്ത കർത്താവിൻ്റെ ഇഷ്ടമാണ്, കർത്താവിൻ്റെ വാക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്. അത് എൻ്റെ വാക്കുകളായിട്ടല്ല നിങ്ങൾ ഗണ്യമാക്കേണ്ടത്, എന്നെ അയച്ച ക്രിസ്തുവിൻ്റെ വാക്കുകളായിട്ടാണ് നിങ്ങളത് ഗണിക്കേണ്ടത് എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. കർത്താവിന് വേണ്ടി സംസാരിക്കുകയും പ്രവർത്തിക്കുവാനുമുള്ള പുതിയ നിയമ അപ്പോസ്തോല സ്ഥാനമാണ് ക്രിസ്ത്യാനികളായി മാമോദീസായേറ്റ നമുക്ക് ഓരോരുത്തർക്കും ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തോലനായി വിളിക്കപ്പെട്ടവരാണ്. അവർ സംസാരിക്കേണ്ടത്, അവർ ഇടപെടേണ്ടത്, അവരുടെ ലക്ഷ്യം, അവരുടെ പ്രവർത്തനം എല്ലാം സ്വന്തം ഇഷ്ടമല്ല, പിന്നെയോ തന്നെ അയച്ച, തന്നെ നിയോഗിച്ച, തന്നെ വിളിച്ച ആ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയായി, ക്രിസ്തുവിനു വേണ്ടി സംസാരിക്കുന്നവരായി, ക്രിസ്തുവിൻ്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഹാവ് ദ ട്രൂ മൈൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം, ക്രിസ്ത്യാനിയുടെ ശാരീരികമായ ഭാഷ, ക്രിസ്ത്യാനിയുടെ സംസാരം, ക്രിസ്ത്യാനിയുടെ ഇടപെടൽ, ക്രിസ്ത്യാനിയുടെ നോട്ടം, ക്രിസ്ത്യാനിയുടെ ജീവിതം ഹാവ് ദ ട്രൂ മൈൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ അതേ ഭാവം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം. കാരണം യു ആർ ദ അംബാസിഡർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയായിട്ടാണ് ഓരോ ക്രിസ്ത്യാനികളെയും ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്നത്. അത് ഞാൻ തിരഞ്ഞെടുത്തതല്ല, ക്രിസ്തു എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. വിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ദൈവ ഇഷ്ടത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസ് എന്ന് പറയുമ്പോൾ, ഈ കേൾക്കുന്ന ഞാനും നിങ്ങളും നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ധർമ്മത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും വ്യക്തമായ ഉൾക്കാഴ്ച നമുക്കുണ്ടാകണം എന്ന് പൗലോസ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു യഥാർത്ഥ അപ്പോസ്തോലൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങളെ പുതിയ ആത്മീയ യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കുക എന്നുള്ളത് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ നിങ്ങളുടെ അതുല്യമായ ധർമ്മം നിറവേറ്റുവാൻ, നിങ്ങളെ ഒരുമിപ്പിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. അതിനുവേണ്ടി സ്വർഗം അവനെ അധികാരപ്പെടുത്തുന്നതാണ് യഥാർത്ഥമായ അപ്പോസ്തലത്വം. അപ്പോൾ പുതിയ ആധ്യാത്മിക യാഥാർത്ഥ്യങ്ങളിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ഒരാളെന്നുള്ളത് മാത്രമല്ല, ഒരു അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ യഥാർത്ഥമായ ധർമ്മം ശരിയായി നിറവേറ്റുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും ഒരുമിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന സ്വർഗീയമായ അധികാരമാണ് അപ്പോസ്തലത്വത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അംബാസിഡർ, ഒരു രാജ്യത്തിനു വേണ്ടി നിലനിൽക്കുവാനും ആ രാജ്യത്തിൻ്റെ ധർമ്മം പ്രഖ്യാപിക്കുവാനും
ആ രാജ്യത്തെ ഒരുമിച്ച് ആ ഒരു പ്രതീക്ഷയിലും ദീർഘവീക്ഷണത്തിലും നിലനിർത്തുവാൻ തക്കവണ്ണം അധികാരമുള്ളവനാണ് ഒരു രാജ്യത്തിൻ്റെ, ഒരു ഗവൺമെൻറ്റിൻ്റെ അംബാസിഡർ. അതുപോലെ ക്രൈസ്തവ സഭയുടെ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ധർമ്മം നിറവേറ്റുവാൻ തക്കവണ്ണം, അത് ഒരുമിച്ച് ആ ധർമ്മത്തെ ചെയ്യുവാൻ തക്കവണ്ണം ലഭിച്ചിരിക്കുന്ന സ്വർഗീയമായ അധികാരമാണ് ഒരപ്പോസ്തോലന് ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട ഓരോ ക്രൈസ്തവനുമുള്ള ധർമ്മം എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസ് അവിടെ പറയും ദൈവത്തിൻ്റെ ഇഷ്ടത്താലുള്ള വിളി എന്നാണ് പറയുന്നത്. ആ ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് യേശുക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയായി ജീവിക്കുവാനും യേശുക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയായി പ്രവർത്തിക്കുവാനും, ആ വിളിയിൽ നിന്ന് ഒരു ശക്തിക്കും നമ്മളെ പിന്മാറ്റുവാൻ കഴിയാത്ത വിധം ആ സ്ഥാനാപതി തന്നെ അയച്ച യേശുക്രിസ്തുവുമായി അടുത്ത ബന്ധത്തിൽ നിലനിന്ന് വളരുവാനും കഴിയണം. ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ, ക്രിസ്തുവിൻ്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ ഒരു യഥാർത്ഥമായ ഭൃത്യൻ യജമാനൻ മനസ്സിൽ കാണുന്നത് പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും കഴിയുന്നവനാണ് ഒരു യഥാർത്ഥ യജമാനൻ. യജമാനൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്നവൻ ഒരിക്കലും ഒരു വിശ്വസ്ത ദാസനല്ല. യേശുക്രിസ്തുവിൻ്റെ സ്ഥാനാപതി എന്ന് പറയുമ്പോൾ അതിലൊക്കെ എത്രയോ ഉപരിയായിട്ടാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഇഷ്ടം കൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയായി ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. പരിശുദ്ധ മാമോദീസായിലൂടെ വലിയ ഒരു ക്രിസ്തീയമായ ധർമ്മം, ക്രിസ്തീയമായ ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ലോകത്തിൻ്റേതായ, അന്ധകാരത്തിൻ്റേതായ ശക്തികളെ ചേർത്ത് തോൽപ്പിച്ചുകൊണ്ട് പ്രകാശത്തിൽ നിലനിൽക്കുവാനും പ്രകാശത്തിൻ്റെ മക്കളായി വളരുവാനും ആ പ്രകാശത്തിൽ മറ്റുള്ളവരെ ദൈവമുൻപാകെ സമർപ്പിക്കുവാനും ആ ദൈവികമായ ചൈതന്യത്തിൽ സഭയുടെ കെട്ടുപണിക്കാരായി, ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി, അപ്പോസ്തോലന്മാരായി, തലമുറകളായി ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ അപ്പോസ്തലന്മാരായി നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതി എന്നുള്ള പ്രതിബദ്ധത, ക്രിസ്തുവിൻ്റെ വിശ്വസ്ത സ്ഥാനാപതി എന്നുള്ള പൗലോസിൻ്റെ ആഴമായ ബന്ധം വെളിപ്പെടുത്തുന്ന വാക്യമാണ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. അതിപ്രകാരമാണ്: മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ, മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ബിക്കോസ് യു ആർ ദ അംബാസഡർ ഓഫ് ക്രൈസ്റ്റ്. മറ്റ് യാതൊന്നിനും ദൈവം ഏൽപ്പിച്ചതായ ദൗത്യത്തിൽ നിന്ന്, ധർമ്മത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാനായിട്ട് സാധ്യമല്ല. അത് മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ, മറ്റ് യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി നമ്മെ പരിശുദ്ധ മാമോദീസായിലൂടെ വിളിച്ച് ചേർത്തിരിക്കുമ്പോൾ ആ ദിവ്യ സ്നാനത്തിൽ ആ പദവിയിലേക്ക് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. ദൈവ ഇഷ്ടത്താൽ
മാമോദീസായിലൂടെ ദൈവത്തിൻ്റെ സ്ഥാനാപതിയായിട്ട് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ആ ഉത്തരവാദിത്തം വളരെ സൂക്ഷ്മതയോടുകൂടെ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അലസത, ഉദാസീനത നമ്മെ ബാധിക്കരുത്. ക്രിസ്തുവിൽ അടിയുറച്ച് അവനാണെൻ്റെ രക്ഷിതാവ്, ഈ ലോകത്തിലേക്ക് ദൈവം തമ്പുരാൻ മനുഷ്യ അവതാരം ചെയ്ത് കടന്നു വന്നത് അവൻ്റെ ജീവനെ തന്നെ എനിക്ക് നൽകി, മറുവിലയായി നൽകി, പാപത്തിൽ കിടന്ന എന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് തൻ്റെ മരണത്തിലൂടെ ഈ ലോകത്തിൻ്റെ മരണത്തെ ചവിട്ടിക്കൊന്ന് തൻ്റെ ഉയർപ്പിലൂടെ പുതുജീവൻ എനിക്ക് പ്രദാനം ചെയ്ത ക്രിസ്തു ആണ് അവൻ്റെ സ്ഥാനാപതിയായി എന്നെ നിയമിച്ചിരിക്കുന്നത് എങ്കിൽ ആ ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാൻ, ക്രിസ്തുവിൻ്റെ മാർഗം അനുവർത്തിക്കുവാൻ, ക്രിസ്തുവിനെ പിൻപറ്റുവാൻ അവനെടുത്ത കുരിശ് എൻ്റെ ചുമലിലും വഹിച്ചുകൊണ്ട് സാമൂഹികമായ നന്മയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ആ ഉത്തരവാദിത്തം സൂക്ഷ്മതയോടെ നിർവഹിക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കണമെന്ന് തൻ്റെ അപ്പോസ്തോലത്വത്തിൻ്റെ വിളിയിലൂടെ ദൈവ ഇഷ്ടമെന്താണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൊരിന്ത്യ സഭയെ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. കൊരിന്ത്യ സഭയെ മാത്രമല്ല, പരിശുദ്ധ മാമോദീസായിലൂടെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കാരായി വിളിച്ച് വേർതിരിക്കപ്പെട്ട ഞാനും നിങ്ങളും ആ സുവിശേഷവാഹിയായി നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവ സന്നിധിയിൽ സമർപ്പിതരായിരിക്കണമെന്ന് പൗലോസ്ലീഹ ഈ വാക്യത്തിലൂടെ നമ്മെയും ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്തെ വാക്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പൗലോസിനോടൊപ്പം സൊസ്തനേസിനെയും കൂടെ ഇവിടെ പൗലോസ് പരിചയപ്പെടുത്തുന്നത് കാണുവാനായിട്ട് സാധിക്കും. സഹോദരനായ സൊസ്തനോസും കോരിന്തിലുള്ള സഭയ്ക്ക് എന്നാണ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. ആരാണ് ഈ സൊസ്തനോസ്? തൻ്റെ സഹോദരനായ സൊസ്തനോസ് എന്നാണ് പൗലോസ്ലീഹ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആരാണ് സൊസ്തനോസ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അദ്ദേഹം യഹൂദന്മാരുടെ സിനഗോഗിൻ്റെ തലവൻ, പള്ളി പ്രമാണിയായിരുന്നു സൊസ്തനോസ്. അദ്ദേഹം ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് കൈസര്യയിലെ ആദ്യത്തെ ബിഷപ്പായി തീർന്നു എന്ന് ചരിത്രരേഖകളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യഹൂദന്മാരുടെ സിനഗോഗിൻ്റെ അധികാരിയായി, പള്ളിപ്രമാണിയായി നിലനിന്നിരുന്നതായ സൊസ്തനോസ് പൗലോസിൻ്റെ പ്രസംഗങ്ങളിലൂടെ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ അനുയായിയായി അവിടെ കൈസര്യയിലുള്ള ആദ്യത്തെ ബിഷപ്പായി തീർന്ന ക്രൈസ്തവ സുവിശേഷകനായിരുന്നു സൊസ്തനോസ്. അവിടെ 2-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കൊരിന്ത് സഭയിൽ വളരെ വലിയ വിഭാഗീയതകളൊക്കെ ഉണ്ടായിരുന്നപ്പോഴും പൗലോസ് ആ സഭയെ വിശേഷിപ്പിക്കുന്നത് ദ ചർച്ച് ഓഫ് ഗോഡ്, ദൈവസഭ എന്നുള്ളതാണ്. കൊരിന്തിലെ ദൈവസഭയ്ക്ക് എന്നാണ് ഈ വേദഭാഗത്തിൽ കൊരിന്തിനെക്കുറിച്ച് പൗലോസ്ലീഹ ഹൃദയപൂർവം പ്രഖ്യാപിക്കുന്നത്. കൊരിന്ത് ദൈവത്തിൻ്റെ സഭ, ദ ചർച്ച് ഓഫ് ഗോഡ്, സാങ്ക്ടിഫൈഡ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് സെയിൻസ്, ദോസ് സെറ്റ് അപ്പാർട്ട് ടു ഗോഡ്. ദൈവത്തിൻ്റെ സഭ, ദ ചർച്ച് ഓഫ് ഗോഡ്, സാങ്ക്ടിഫൈഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ സഭയാണ് കൊരിന്തിലെ സഭ. തുടർന്ന് വായിക്കുമ്പോൾ അവിടെ കക്ഷിവഴക്കുകളും വിഭാഗീയതകളും ചില അസാൻമാർഗികതകളും അധാർമികതകളും ഒക്കെ നിലനിന്നിരുന്നു എന്ന് കാണുമ്പോഴും അവിടെ സഭയെക്കുറിച്ച് പൗലോസ്ലീഹ പ്രഖ്യാപിക്കുന്നത് ദ ചർച്ച് ഓഫ് ഗോഡ്, സാങ്ക്ടിഫൈഡ് ബൈ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് സെയിൻസ്, ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സഭയാണ്, ദൈവസഭയാണ്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്,
ദ ടെമ്പിൾ ഓഫ് ഗോഡ്. അത് ദൈവത്തിൻ്റെ മന്ദിരമാണ്, ക്രിസ്തുവിൻ്റെ ശരീരമാണ്, അത് ദൈവത്തിൻ്റെ സഭയാണ്. ക്രിസ്തുവിൽ ഒന്നായി തീർന്നിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അവനെ രക്ഷിതാവായി സ്വീകരിച്ച് വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ടവർ എല്ലാവരും ചേരുന്നത് ആണ് ദൈവത്തിൻ്റെ സഭ. ക്രിസ്തുവിൽ മാമോദീസ സ്വീകരിച്ച് ദൈവ ഇഷ്ടത്താൽ വിളിച്ചു ചേർക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും കൂട്ടായ പേര് ആണ് വിശുദ്ധ സഭ, ദൈവത്തിൻ്റെ സഭ. കോരിന്തിലെ സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് നൽകിയതായ ഉപദേശങ്ങൾ ലോകത്ത് എവിടെയുമുള്ള ക്രിസ്തീയ സഹോദരങ്ങൾക്ക്, സമൂഹത്തിന് വളരെയേറെ പ്രസക്തമായിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവസഭ എന്ന് ഒരുപക്ഷെ പൗലോസ് ലീഹ അഭിസംബോധന. കൊരിന്തിലെ സഭ മാത്രമല്ല, ക്രിസ്തുവിൽ മാമോദീസ സ്വീകരിച്ച് ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള സകല ക്രിസ്തീയ മക്കളെയും ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായി നിലനിൽക്കുന്ന ഓരോ ക്രൈസ്തവനും ചേർന്നുള്ള ആ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ സഭ, ആ സഭയാണ് വിശുദ്ധ സഭ. നമ്മൾ ഓരോരുത്തരും ആ സഭയിലെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് എന്നുള്ള വളരെ വ്യക്തമായ പ്രബോധനം നമുക്ക് നൽകുന്ന ഒരു വേദഭാഗമാണ് ഈ വാക്യങ്ങളിലൂടെ പൗലോസ് ലീഹ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ സഭയെ മാത്രമല്ല, വിശ്വാസികളെയും വിശുദ്ധന്മാരെന്നാണ് പൗലോസ് ലീഹ വിളിച്ചിരിക്കുന്നത്. സഭ വിശുദ്ധമാണ്, സഭയിലുള്ള വിശ്വാസികളും വിശുദ്ധന്മാരാണ്. ഇത് പൗലോസിൻ്റെ വിവിധ ലേഖനങ്ങളിൽ വളരെ ബഹുമാനത്തോടു കൂടിയാണ് വിശ്വാസികളെ വിശുദ്ധർ എന്ന് വിളിച്ചിരിക്കുന്നത്. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. വീണ്ടും കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ സകല വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എഫേസോസിലുള്ള വിശുദ്ധന്മാരും വിശ്വാസികളായവർക്കും എഴുതുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നത് കൊലോസിയിലെ വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാർക്കും എഴുതുന്നത്. ഇവിടെയെല്ലാം വിശുദ്ധർ എന്ന ബഹുവചനമാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. ആയതിനാൽ വിശുദ്ധി എന്നുള്ളത് വ്യക്തിപരമായ ഗുണത്തേക്കാൾ ഉപരി ഒരു സാമൂഹിക അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പൊതുവായ സ്വഭാവത്തെയാണ് പ്രതിഫലിപ്പിച്ചിരിക്കുന്നത്. ഒരു വ്യക്തി എന്നതിനേക്കാൾ ഒരു സമൂഹത്തിൻ്റെ പൊതുവായ സ്വഭാവ വിശേഷണമാണ് വിശുദ്ധി. യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരായി പരിശുദ്ധ മാമോദീസായിലൂടെ വിളിച്ചു ചേർത്തിരിക്കുന്ന ലോകത്ത് എമ്പാടുമുള്ള ക്രിസ്തുവിൻ്റെ മക്കളുടെ പൊതുവായ വിശേഷണമാണ്, പൊതുവായ സ്വഭാവമാണ് വിശുദ്ധി. അവർ വിശുദ്ധരാണ്. സഭയും ആ വിശുദ്ധന്മാരുൾപ്പെടുന്ന സഭയും വിശുദ്ധമായ സഭയിലാണ് ഈ വിശുദ്ധരായ വിശ്വാസികൾ നിലനിൽക്കുന്നത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ന്യൂനതകളുണ്ടാകാം, തിന്മപ്പെട്ടവരുണ്ടാകാം. എങ്കിലും കൊരിന്തിൽ അകൃത്യങ്ങളും തിന്മകളും ഉണ്ടായിരുന്നു എങ്കിലും ആ ക്രിസ്തു അവനിൽ സ്ഥാപിതമായിരിക്കുന്ന ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് വിശുദ്ധമാണ്. അവിടുത്തെ വിശ്വാസികളുടെ പൊതുവായ പേരുമാണ് വിശുദ്ധന്മാർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിന് അനുയോജ്യമായി വേർതിരിക്കപ്പെട്ട ജീവിത അനുഭവം പുലർത്തേണ്ടവരാണ് ഞാനും നിങ്ങളും. ഈ പ്രബോധനമാണ് ഈ ആഹ്വാനത്തിലൂടെ പൗലോസ് ലീഹ നമുക്ക് നൽകുന്നത്. ക്രിസ്തുവിൻ്റെ ജീവിതത്തെ നമ്മളുടെ ഉള്ളിൽ പകർത്തുവാനും ആ വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യമായി സ്ഥാനാപതി, അംബാസിഡർ, അപ്പോസ്തോലൻ എന്ന വിളിക്ക് ആ അനുയോജ്യമായി നമ്മളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല ഞാൻ ഈ പറയുന്നത്. നമ്മളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ തക്കവണ്ണം, സമർപ്പണമാണ്. എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതല്ല, ക്രിസ്ത്യാനി എന്ന നാമം കൊണ്ട് ജീവിക്കുക എന്നുള്ളതല്ല.
ക്രിസ്തീയമായ നാമത്തിന് അനുയോജ്യമായ രീതിയിൽ ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇതൊരു സമർപ്പിത ശുശ്രൂഷയാണ്. ക്രിസ്തുവിന് വേണ്ടി ആയിരിക്കണം സംസാരിക്കേണ്ടത്. അതുകൊണ്ടാണ് പ്രോഫറ്റ് ദ ടങ് ഓഫ് ഗോഡ്. പ്രവാചകന്മാർ ദൈവത്തിൻ്റെ നാവ്, ദൈവത്തിൻ്റെ സംസാരമാണ്, ദൈവത്തിൻ്റെ വാക്കുകളാണ് പറയുന്നത്, സ്വന്തമായിട്ടുള്ളതല്ല. അതുപോലെ പുതിയ നിയമത്തിലെ അംബാസിഡേഴ്സ്, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരായി വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും ദ ടങ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നാവായിരിക്കണം, ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരിക്കണം, ദൈവികമായ ജീവിതമായിരിക്കണം, അത് സമർപ്പിത ജീവിതമായിരിക്കണമെന്ന് പൗലോസ്ലീഹ ഈ 1-ാം അധ്യായം 1-2 വാക്യങ്ങളിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നു. അപ്രകാരമുള്ള അനുഗ്രഹീതമായ ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.